ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാനി 4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഈ ബ്രോ പറഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാനി 4 കളിക്കാൻ പോണത്. അപ്പോൾ ആ ബ്രോ പറഞ്ഞ ഗ്രാനി 4 ബേസ്മെൻറ്റ് എസ്കേപ്പ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളിന്ന് ബേസ്മെൻറ്റ് എസ്കേപ്പാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഇൻട്രോ ഒക്കെ നിങ്ങൾ കണ്ട് കാണും. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് അടിച്ച് പോവാം. ലോഡിങ് സ്ക്രീനാണ്. ഡേ 1 എന്ന് ഇനിയിപ്പോൾ കാണിക്കും. എന്തായാലും ഒന്ന് വരട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഡേ 1 ആയിട്ടുണ്ട്. നമ്മൾ എണിക്കാണ് ഇപ്പോൾ ഇവിടുന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് എണിച്ചിട്ടുണ്ട്. നമ്മളെ ഓൾഡ് കീ എന്തായാലും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും കിട്ടാറ് ഓൾഡ് കീ. ഓക്കെ, നമ്മൾ ഈ ഡോറ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോവാം. എന്നിട്ട് എല്ലാവരും അടിയിലേക്ക് വിളിക്കാം. എന്താണ് നൊസ്ത്രഫുട്ടോ എന്താ ആ ചെങ്ങായിൻ്റെ പേര്? ആ ചെങ്ങായിൻ്റെ പേര് ഇപ്പോൾ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം. ഗ്രാനിയും നമ്മളെ ഗ്രാനിക്കും മുന്നേ നൊസ്ത്രഫോ ആ ചെങ്ങായിൻ്റെ പേരെന്താണ്? എന്തായാലും നൊസ്ത്രഫുള്ള എന്തായാലും അങ്ങനെ പറയാം. ആ ചങ്ങായിക്കും മാത്രമേ ചെവി കേൾക്കുള്ളൂ അവിടെ. അപ്പോൾ അവരെന്തായാലും അടിയിലേക്ക് വരും. അപ്പോൾ നമ്മളെ ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനി എപ്പോഴും പുറത്തുനിന്നാണ് വരാറ്. അത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മളെ നൊസറാറ്റോ വരും. നൊസറാറ്റോ എന്നാണ് കേട്ടോ ശരിക്കും അവൻ്റെ പേര്. ഞാൻ അപ്പോഴും ഓർമ്മ വരുന്നത് അതാ വരുന്നത്. നമ്മളെ നൊസറാറ്റോ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മേലേക്ക് പോവാം. എന്തായാലും ഗ്രാനി നൊസറാറ്റോ അവിടേക്ക് വരും. അപ്പോൾ നമുക്ക് നേരെ മേലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ആരും ഇല്ല. നമുക്ക് പോണ വഴിക്ക് ഡോറൊക്കെ അടച്ചിട്ട് പോവാം. അല്ലെങ്കിൽ ഡോർ അടക്കുക വെച്ചാൽ നല്ലത്. അവന്മാർ കയറി വരാത്തൊരു നേരം പിടിക്കും. ഈ ഡോറും കൂടി കൊണ്ട് അടച്ചേക്കാം. അല്ലെങ്കിൽ ഗ്രാനിപ്പ എപ്പല്ല ഗ്രാനിപ്പ എല്ലാവരും വരും ചിലപ്പോൾ എപ്പോഴെങ്കിലും. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനുള്ളിൽ സാധാരണ ബേസ്മെൻറ്റ് കീ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ബേസ്മെൻറ്റ് കീ കാണുന്നില്ല. നമുക്ക് എന്തായാലും വേറെ എവിടെയെങ്കിലൊക്കെ പോയി തപ്പി വെക്കാം. ഓക്കെ, ഇവിടെ എവിടെയും കാണാനൊന്നുമില്ല നമ്മളെ ബേസ്മെൻറ്റ് കീ. നമുക്ക് ഇതിന് മേലെ നമ്മൾ അവിടുന്ന് ചാടേണ്ടതാണ്. ഇതിനുള്ളിൽ വല്ലതും ഉണ്ടാണാവോ? ഇത് മുറിക്കാൻ പിന്നെ നമുക്ക് ആ കട്ടിംഗ് പ്ലെയറും സ്ക്രൂ ഡ്രൈവറും വേണം. അതിൻ്റെ മുകളിൽ എന്താണോ ഉള്ളതെന്ന് എനിക്കറിയില്ല. കാണാനൊന്നുമില്ല മര്യാദക്ക്. ഇവിടെ നിന്ന് കാണുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല മര്യാദക്ക്. എന്നാലും ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ പോയേക്കാം. ഇവിടെയാണ് മെയിനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ മറ്റേ ബുള്ളറ്റല്ല നമ്മളെ ഗണ്ണിൻ്റെ എമ്മോ എടുക്കുന്നുണ്ട്. അവിടെ ഗേറ്റ് തുറക്കണം നമ്മൾ. ഓക്കെ, അവിടെ ഒരു മേശ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ആ മേശ പോയി ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഓക്കെ, നമുക്ക് ബേസ്മെൻറ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഹാൻഡിൽ അവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്കിപ്പോൾ ബേസ്മെൻറ്റ് കീയും വേണമെങ്കിൽ ഇപ്പോൾ ഡയമണ്ടും കണ്ടുപിടിക്കണം. അത് എവിടെ ഉണ്ടാവാന്ന് ചോദിക്കുക ഇപ്പോൾ അറിയില്ല വല്ലാണ്ട്. ഇവിടെ നമ്മളെ നൊസറാറ്റോ ഉണ്ടാവുന്നൊക്കെ അറിയില്ല കേട്ടോ. അവൻ്റെ സ്ഥലം എപ്പോഴും മേലെ തന്നെയാണ്. ഇതുവരെയായിട്ടും വന്നിട്ടില്ലേ. നമ്മൾ ആ ഡോർ അടച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ പിക്ചർ തട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇവരിങ്ങോട്ട് വരുത്താനാണ്. എന്നിട്ട് അടിയിലേക്ക് പോകണം. നമുക്ക് മേലെ കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അടിയിലാണ് മൊത്തം ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വഴി ഈ വഴി അല്ല, നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. തെറ്റി വന്നതാണ്. ഓക്കെ, നമുക്ക് ഈ വഴി നേരെ പോയിട്ട് അവിടുന്ന് കണ്ട് ചാടാം. ആദ്യം ഗ്രാനീനെ മറ്റേ നൊസ്തറാറ്റോനെ ഇങ്ങോട്ട് വിളിക്കണം. ഗ്രാൻഡ്പാനെ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഗ്രാൻഡ്പ അന്നേരം പുറത്തുണ്ടാവാറ്. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രാനീനെ മറ്റേ നൊസ്റാറ്റോനെ കൊണ്ട് വിളിക്കാം. നമുക്ക് ഗ്രാനീനും ഗ്രാൻഡ്പേനെ അതിനെ വായ വരുന്നുള്ളൂ. ഈ രണ്ടെണ്ണത്തിന് കാണാനില്ല. എവിടെ പോയി? നമ്മളെ ഗ്രാനി അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷെ നൊസ്റാറ്റോനെ കാണാനില്ല. അവനും കൂടി വരണം. എന്നാലേ നമുക്ക് അടിയിൽ ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളെ ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് അടുത്തെത്താനായി. നമുക്ക് ഇനി അടിയിലേക്ക് ചാടിയിട്ടേ കാര്യമുള്ളൂ. ചാടിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അയ്യോ, അവിടെ ആരുമില്ല. അവിടെ അപ്പാപ്പ ഉണ്ട് കേട്ടോ. ഉണ്ട് തോന്നുന്നു. ഞാൻ ആ ബാത്റൂമിൽ അപ്പാപ്പനെ കണ്ട പോലെ ഉണ്ട്. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണോ? അതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ല. ഈ മാഷമ്മ മറ്റേ കാറിൻ്റെ ബാറ്ററി ഇരിക്കുന്നുണ്ട്. അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇവിടെ ഒന്നുമില്ലടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവർ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു റൂമിലോ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം കൊണ്ടൊക്കെയുള്ളൂ. അപ്പം ഇനി അവിടെ ഒന്നും വെക്കില്ല. അവരുടെ സ്വഭാവം അതാണ്. ഗ്രാനി 4 ഞാൻ ആദ്യത്തെ പ്രാവശ്യം കളിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ്.
ഒരു റൂമിൽ ഒരു സംഭവം ഉണ്ടാവുള്ളൂ, പിന്നെ അടുത്ത റൂമിൽ അടുത്ത സംഭവം, അങ്ങനെയാണ് ഇവർ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഹൊറർ ഗെയിംസിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഗ്രാനിയിൽ മാത്രമേ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ, ഗ്രാനഡി 4 മാത്രം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആ ഒരു അടുക്കളയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിച്ചണിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ ചില എല്ലാവരും ഉണ്ട്. നൊസ്ത്ര ഫുഡ് എന്താണ് ചങ്ങേൻ്റെ പേര്, നൊസ്ത്രാറ്റുണ്ട്, ഗ്രാനി ഉണ്ട്, ഗ്രാൻഡ് പേ ഉണ്ട്. ഇവർ 3 നമ്മളൊറ്റക്ക് പിടിക്കാൻ വന്നിരിക്കുകയാണ്. കള്ളക്കളിയാണ്. നമ്മളൊറ്റക്കും ഇവർ 3 ഗ്രാൻഡ് പേ അതാ പുറത്തേക്ക് പോകുന്നുണ്ട്, ഗ്രാനി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനവിടെ കീ ഡ്രോപ്പ് ചെയ്തിരുന്നു, ഈ സൗണ്ട് ഇട്ടിട്ട് വരുന്നത്. നമ്മളെ നൊസ്ട്രാറ്റോനെ കാണുന്നില്ല കേട്ടോ. ആ ചങ്ങായി എവിടുക്ക പോയാണാവോ. ഗ്രാനി ഇതവിടെ നിൽക്കുന്നു. ഗ്രാനിയുടെ ബാറ്റും വേണ്ട, ചോര. ഗ്രാനി സൈക്കോണ് ഗൈസ്, ഒരു സൈക്കോ അല്ല, ഗോസ്റ്റാണ്, പ്രേതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന്, ഈ മാഷയുടെ ഉള്ളിലൊന്ന് ചെക്ക് ചെയ്തേക്കാം. അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയ സംഭവങ്ങളൊക്കെ നമുക്ക് തുറന്നിട്ട് പോവാം ഗൈസ്, അല്ലെങ്കിൽ അറിയില്ല. വീണ്ടും അവിടെ തന്നെ നമ്മൾ പോയി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇതിനുള്ളിൽ അതാ ഗ്രാനി അത് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ഇതിനുള്ളിൽ കയറി സേഫ് ആവണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല നൊസ്റാറ്റ് അത് വന്ന്. നമ്മളിപ്പോൾ ഇതാ ഇവിടെ നൊസ്റാറ്റ് എല്ലാവരും പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു മേശയും കൂടി ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാണാവോ. അതെന്താ തുറക്കാൻ പറ്റാത്തത്. ഈ സെൻസിറ്റീവ് ഇത്തിരി സീനാണ് കേട്ടോ ഗൈസ്, തുറക്കാൻ തീരെ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ തുറന്നിട്ടില്ല, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇനി ഒരു ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ലേ, വെറുതെ ഇങ്ങോട്ട് വന്ന്. ഇവിടെ ഒന്നും അവന്മാരൊന്നും കൊടുന്നിച്ചിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്തിപ്പോൾ ചെയ്യും. നമുക്ക് അവിടെ ഒന്ന് പോയി, ഇവിടെ ചെക്ക് ചെയ്താണ് ഓൾറെഡി, എന്നാലും പോയേക്കാം. ഇവിടെ നമ്മളെ ഗണ്ണിൻ്റെ ആമോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളെ ഇവിടെ ഞാൻ നോക്കിയതാണ് നേരത്തെ. നമ്മളെ ഗ്രാൻഡ് പേ പിന്നിലുണ്ട് തോന്നുന്നു. ആളെന്തോ ആഹാ എന്നൊക്കെ പറയണ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആരും കാണാനൊന്നുമില്ല തോന്നുന്നു. ഗ്രാൻഡ് പേ എന്തായാലും അടുക്കളയുടെ ഭാഗത്താവും. നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ പോയിട്ട് നോക്കാം. ഇതിനുള്ളിൽ പോയി നോക്കാം. ഇവിടെ ആരെ കാണാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഗ്രാൻഡ് പേ ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു ലിവർ കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെ ആ റൂമിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്കിത് കിട്ടിയത്. ഓക്കെ, നമുക്ക് ഇനി ഇത് പോയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ട സ്ഥലം, അത് അവിടെയാണ്. അപ്പോൾ ഇത് തുറക്കാച്ചാൽ നമ്മളെ നൊസ്റാറ്റോൻ്റെ ആ സ്ഥലത്തുണ്ടല്ലോ, അവിടെ നമ്മളെ ഒരു ഗ്രില്ല് തുറക്കും. അതാ ഈ ഒരു ഗേറ്റ് തുറക്കും. ഓക്കെ, ഈ ഒരു ഗേറ്റ് ഇവിടെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നമുക്ക് നോക്കേണ്ടി വരും. ഈ ഒരു വാതിൽ അത് നമ്മളെ കാർ എസ്കേപ്പ് ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലമാണ്. ഞാൻ വഴി തെറ്റി. ഇതാ കഴിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ നൊസ്റാറ്റോൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അതാ കാണുന്ന ഗ്രില്ലാണ് നമ്മൾ തുറന്നത്, ഗ്രില്ലല്ല ഗേറ്റ്. ഓക്കെ, ഇവിടെ എന്തുള്ളതെന്ന് ചോദിച്ചാൽ മറ്റേ കട്ടിംഗ് പ്ലെയറാണ്. ഇതിൻ്റെ പേര് റെസ്റ്റി സിസർ എന്നാണ്. കട്ടിംഗ് പ്ലെയർ അല്ല, ഒരു സിസറാണ്, കത്തിരിക്കയാണ്. നമുക്ക് ഈ ഒരു കത്തിരിക്കയിട്ട് ഇതൊന്ന് മുറിച്ചിടാം ഗൈസ്. നമ്മളിപ്പോൾ ഇത് അവിടെ പോയിട്ട് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂസൊക്കെ ഇവിടുന്ന് ഇളക്കി കൊടുക്കാം. ഇതിനുള്ളിൽ എന്താണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഹാമർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ പോയി അവിടെ ഒളിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഗ്രാണി ആരെങ്കിലുമൊക്കെ വരും കൊണ്ട്. ഓക്കെ, നമ്മൾ ഈ ഹാമർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെയർസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റെയർ. ഓക്കെ, ഇത് കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പലകളൊക്കെ ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഓക്കെ, ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേസ്മെൻറ്റ് എസ്കേപ്പിൻ്റെ 2ാമത്തെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ. ഇതിനുള്ളിലൊന്നും കാണുന്നില്ല ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ സത്യം എന്ന് വിചാരിക്കണേ. ഇതിനുള്ളിൽ ഏതെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇതിനുള്ളിൽ ഡയമണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഇവിടുന്ന് എൻ്റെ അടിയൊക്കെ എടുത്ത് ചാടാവും. നമുക്ക് എന്തായാലും ഈ ഒരു ഡയമണ്ട് എടുത്തിട്ട് ബേസ്മെൻറ്റിൻ്റെ ആ ഒരു ഡോറ് തുറക്കുന്ന സംഭവത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ബേസ്മെൻറ്റിലേക്ക് പോകണത്. ഇവിടെ ആരും കാണാനൊന്നുമില്ല, ഇവിടെ ആരും ഇല്ല തോന്നുന്നു. ആരുമില്ല, ഇവിടെ ആരും കാണാനൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഡയമണ്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡോറ് തുറക്കും. ഓക്കെ, തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബേസ്മെൻറ്റ് കീ അത് അവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ആ നേരെ കാണുന്ന ഡോറിൽ. പക്ഷേ ബേസ്മെൻറ്റ് കീ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല ഗൈസ്, അതാണ് പ്രാന്ത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാണാവോ. ഇവിടെ എവിടെയും കാണാനൊന്നുമില്ല, ഇതിനുള്ളിലൊന്നുമില്ല. ഇവിടെ ഇല്ല ഗൈസ് ബേസ്മെൻറ്റ് കീ. എവിടെ പോയി കിടക്കുന്നത്. ഞാൻ അത് ഏത് വായിൽ പോയി കണ്ടുപിടിക്കാനാ. ഓക്കെ, നമ്മളെ ബേസ്മെൻറ്റ് കീ എവിടെ ഉള്ളതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്കൊരു സ്ഥലത്ത് തുറക്കാണ്ട് അവിടെ പോയി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ബേസ്മെൻറ്റ് കീ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ കേട്ടോ, എനിക്ക് ഉറപ്പൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അതിനുള്ളിൽ ചിലപ്പോൾ ബേസ്മെൻറ്റ് കീ ഉണ്ടാവും. അതൊന്നുമില്ല. കാർക്കി ഈ സിലിണ്ടറിനെ കൊണ്ട് വല്ലാത്ത കഷ്ടമല്ല. കാർക്കി ഇപ്പം എനിക്കെന്തിനാണ് ഒലക്ക. ഈ കാർക്കി വെച്ചിട്ട് ഞാൻ ഇപ്പം എന്ത് കിണ്ടി കാട്ടാനാ. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഈ കോസ്മിക് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മളെ ബേസ്മെൻറ്റിൽ പോയിട്ട് എടുത്തതാണ്. അവിടെ ഓൾഡ് കീ വെച്ച് തുറന്നാൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടും, കോസ്മിക് ഗണ്ണ്.
ഇപ്പം എനിക്ക് മനസ്സിലായി എവിടെ ഉണ്ടാവാന്ന് നമ്മളെ ഇതെവിടെ ഉണ്ടാവാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ എന്താണ് ആ സംഭവത്തിൻ്റെ പേര്, ബേസ്മെൻറ്റ് കീ. ഓക്കെ, അവിടെ വെടി വെച്ചാൽ മതി, നമുക്ക് അവിടെ നിന്ന് കിട്ടും ചിലപ്പോൾ. ഇതിൻ്റെ ഉള്ളിൽ ബേസ്മെൻറ്റ് കീ ഉണ്ട് ഗൈസ്. ഇതാ ബേസ്മെൻറ്റ് കീ ഇരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നമുക്കിപ്പോൾ അതാ ബേസ്മെൻറ്റ് കീ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ബേസ്മെൻറ്റ് കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ബേസ്മെൻറ്റ് കീ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം തുറക്കാം. ഇത് ഇവിടെയാണ് നമുക്ക് ഇനി എസ്കേപ്പ് ആവേണ്ടിയാവും. ഇനി നമുക്ക് ഹാൻഡിൽ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ഹാൻഡിൽ എടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഡോറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്കിത് ഈ ഹാൻഡിലൂടെ വെച്ചിട്ട് നേരെ നമുക്ക് ഇനി എസ്കേപ്പ് ആവേണ്ടിയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിൽക്കിയിട്ട് നേരെ എസ്കേപ്പ് ആവാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിപ്പോൾ ഇതാ ഗ്രാനി 4 ബേസ്മെൻറ്റ് എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർ എസ്കേപ്പും കൂടി ഉണ്ട്, അത് നമുക്ക് പിന്നെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രോ പറഞ്ഞ കാരണമാണ് വേഗം തന്നെ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ എൻഡിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അന്നൊരു ദിവസം ബേസ്മെൻറ്റ് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മൂഞ്ചി പോയതാണ്. അപ്പോൾ ഇപ്പോൾ അതാ നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി കിടക്കാച്ചി ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ഗായ്സ്.